സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായി ക്രിസ്മസിനെ ലോകം വരവേറ്റു. വത്തിക്കാനിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ ദരിദ്രരെ പരിഗണിക്കേണ്ടതിന് ആവശ്യകതയാണ് ക്രിസ്മസ് നൽകുന്ന പാഠമെന്ന് വത്തിക്കാനിൽ തടിച്ചുകൂടിയ വിശ്വാസികളോട് മാർപ്പാപ്പ പറഞ്ഞു. Buonasera, benvenuti tutti. Bienvenidos. Welcome. Basilica of St. Peter's is very large, but unfortunately it is not large enough to receive all of you. ക്രിസ്മസ് തലേന്ന് വത്തിക്കാനിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത് ലിയോ മാർപ്പാപ്പ പാവപ്പെട്ടവരെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നാണ് വത്തിക്കാനിൽ വിശ്വാസി സമൂഹത്തോട് ലിയോ മാർപ്പാപ്പ പറഞ്ഞത്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്നോർത്താൽ ദൈവം എല്ലായിടത്തുമുണ്ടെന്ന് മനസ്സിലാകുമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്തു നിർത്തണമെന്നും സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് മുന്നിലെത്തിയ വിശ്വാസികളോടായി മാർപ്പാപ്പ പറഞ്ഞു. മനുഷ്യരെ പരിഗണിക്കാത്തവർ ദൈവത്തെയും പരിഗണിക്കുന്നില്ല എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ശക്തമായ മഴയെ അവഗണിച്ച് 5000-ഓളം വിശ്വാസികളാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ചെവിയോർത്തു നിന്നത്. ലിയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് പകൽ നടക്കുന്ന ശുശ്രൂഷയിലും മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.